നമസ്കാരം. യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത്? ഒരു വ്യായാമം അല്ലേ? അതുപോലെ തപസ്, അതെന്തോ കഠിനമായൊരു പ്രാക്ടീസാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു വലിയ തത്വശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ യോഗ് ഓർ തപ് കാ തത്വജ്ഞാൻ എന്ന ഹിന്ദി പുസ്തകത്തെ അടിസ്ഥാനമാക്കി ആ ഒരു വലിയ ലോകത്തേക്ക്, ഒരു ആന്തരിക പരിവർത്തനത്തിന്റെ ശാസ്ത്രത്തിലേക്ക് നമുക്കൊരുമിച്ച് കടന്നു ചെല്ലാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരാധന അല്ലെങ്കിൽ ഉപാസന എന്താണിത്? ദൈവത്തോടെന്തെങ്കിലും ചോദിക്കുന്നതാണോ? പ്രാർത്ഥിക്കുന്നതാണോ? പക്ഷേ ഈ പുസ്തകം പറയുന്നത് എന്താണെന്നറിയോ? യഥാർത്ഥ ആരാധനയെന്നാൽ പുറത്തേക്കെന്തെങ്കിലും ചോദിക്കുന്ന ഏർപ്പാടേ അല്ല. അത് നമ്മളെ തന്നെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കുന്ന, സ്വയം പരിഷ്കരിക്കുന്ന ഒരു വലിയ ശാസ്ത്രമാണ്. പുറത്തേക്കുള്ള യാചനയല്ല, അകത്തേക്കുള്ള യാത്രയാണ് യഥാർത്ഥ ആരാധന. ഓക്കെ, അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കടന്നുപോകാൻ പോകുന്ന വഴികൾ ഇതൊക്കെയാണ്. ആദ്യം നമ്മൾ ഗായത്രി സാധന എന്ന അടിത്തറയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ആരാധനയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നോക്കും. അതിനുശേഷം യോഗവും തപസ്സുമാകുന്ന രണ്ട് വലിയ ധാരകളിലേക്ക് കടക്കും. പിന്നെ യോഗം എന്താണ്, തപസ് എന്താണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കും. അവസാനം ഇതെല്ലാം ചേർന്ന് എങ്ങനെയാണ് നമ്മളെ ഒരു സമ്പൂർണമായ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതെന്നും കാണാം. റെഡിയല്ലേ? നമ്മുടെ ആദ്യത്തെ വിഷയം അടിസ്ഥാനം, ഗായത്രി സാധന. ഏതൊരു വലിയ ബിൽഡിങ്ങിനും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ യാത്രയും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ഗായത്രി സാധന, എല്ലാത്തിന്റെയും തുടക്കം, ശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഗായത്രി സാധന ഇത്രയ്ക്ക് പ്രധാനമെന്ന്? പലതരം ആരാധനാരീതികളില്ലേ? തീർച്ചയായും ഉണ്ട്. മറ്റ് പല ആരാധനകളും ഒരുപക്ഷെ പ്രത്യേക വിഭാഗങ്ങൾക്കോ പാരമ്പര്യങ്ങൾക്കോ വേണ്ടിയുള്ളതാകാം. അതിനൊക്കെ അതിൻ്റെതായ സ്ഥാനവുമുണ്ട്. പക്ഷേ ഗായത്രി സാധനയെ കാണുന്നത് ഒരു യൂണിവേഴ്സൽ പ്രാക്ടീസായിട്ടാണ്, എല്ലാത്തിനും മുൻപ് ചെയ്യേണ്ട ഒരു അടിസ്ഥാനം. പറഞ്ഞാൽ, ഏത് വിത്ത് നടുന്നതിന് മുൻപും നമ്മൾ മണ്ണ് നന്നായിട്ട് ഒരുക്കില്ലേ? ആ നിലമൊരുക്കലാണ് ഗായത്രി സാധന. ഈ ആശയം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. നമ്മളൊരു തുണിക്ക് ചായം കൊടുക്കുന്നതിനു മുൻപ് എന്തു ചെയ്യും? അത് നന്നായി കഴുകി വൃത്തിയാക്കും അല്ലേ? അഴുക്കുള്ള തുണിയിൽ ചായം മുക്കിയാൽ ശരിയായ നിറം കിട്ടുവോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ, ദുശ്ശീലങ്ങളെയൊക്കെ കഴുകിക്കളയാതെ എന്ത് വലിയ അറിവ് കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ശുദ്ധീകരണം, അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോ ഈ ശുദ്ധീകരണത്തിന് ശേഷം എന്ത്? ഇതാണ് നമ്മളെ അടുത്ത വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആരാധനയുടെ യഥാർത്ഥ അർത്ഥം. നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെച്ച തെറ്റിദ്ധാരണകൾക്കപ്പുറം എന്താണ് ഉപാസന? നമ്മൾ പൊതുവെ ആരാധന എന്ന് പറയുമ്പോൾ എന്താണ് ചിന്തിക്കാറ്? ഒരു ദൈവത്തിന്റെ മുന്നിൽ പോയി നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളുമൊക്കെ പറയുന്ന ഒരു ഏർപ്പാട് അല്ലേ? അതാണോ ശരിക്കും ആരാധന? അത്രയുള്ളൂ അതിന്റെ അർത്ഥം? അല്ല. യഥാർത്ഥത്തില് ഉപാസന എന്നത് പുറത്തുള്ള ആരോടെങ്കിലുമുള്ള അപേക്ഷയല്ല, മറിച്ച് അതൊരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ, നമ്മുടെ സ്വഭാവത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗങ്ങളെ സ്വാധീനിച്ച് അതിനെ പരിഷ്കരിച്ച് മെച്ചപ്പെടുത്താനുള്ള ഒരു ശാസ്ത്രീയമായ വിദ്യ. നമ്മൾ ഉള്ളിൽ നിന്ന് ശ്രേഷ്ഠത വളർത്തിയെടുക്കുന്നു. ആ മാറ്റം സ്വാഭാവികമായും നമ്മുടെ പുറം ലോകത്തും പ്രതിഫലിക്കും. അതാണ് ഉപാസന. ശരി. അപ്പോൾ ഈ ഒരു അടിത്തറ പാകിക്കഴിഞ്ഞാൽ, ആത്മശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇവിടെ നിന്നാണ് ഉയർന്ന തലത്തിലുള്ള ആത്മീയ പരിശീലനം തുടങ്ങുന്നത്. അത് രണ്ട് വലിയ ധാരകളായി, രണ്ട് മഹാനദികളായിട്ടാണ് ഒഴുകുന്നത്, യോഗവും തപസ്സും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന രണ്ട് പുണ്യനദികൾ. ഒന്ന് യോഗയാകുന്ന ഗംഗാനദി, അത് മനസ്സിന്റെ അച്ചടക്കമാണ്. മറ്റേത് തപസ്സാകുന്ന യമുന നദി, അത് നമ്മുടെ ഇച്ഛാശക്തിയുടെ, വിൽ പവറിന്റെ അച്ചടക്കമാണ്. ഈ ഗംഗയും യമുനയും ഒന്നിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? പ്രയാഗ്രാജിൽ ഒരു സംഗമമുണ്ടാവുന്നതുപോലെ ഇവിടെയും ഒരു സംഗമമുണ്ട്. ഈ രണ്ട് ശക്തികളും ഒന്നിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ ദിവ്യശക്തി ജനിക്കുകയാണ്. ഒരു പോസിറ്റീവ്, നെഗറ്റീവ് വയറുകൾ ചേരുമ്പോൾ സ്പാർക്ക് ഉണ്ടാകുന്നതുപോലെ. ആ ശക്തിയാണ് ആത്മീയ നേട്ടങ്ങളുടെ അഥവാ സിദ്ധികളുടെ ഉറവിടം. അപ്പൊ നമുക്കിതിലെ ആദ്യത്തെ നദിയെ, യോഗയെ, കുറച്ചുകൂടി അടുത്തറിയാം. എന്താണ് യോഗം എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? യോഗ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചേരുക അല്ലെങ്കിൽ ഒന്നിക്കുക എന്നാണ്. സിമ്പിൾ. പക്ഷേ ചോദ്യം ഇതാണ്, എന്തിനെ എന്തുമായിട്ടാണ് ചേർക്കേണ്ടത്? നമ്മുടെ ഈ ചെറിയ ഞാൻ, അതായത് നമ്മുടെ വ്യക്തിഗത ആത്മാവിനെ ഏറ്റവും ഉന്നതമായ യാഥാർത്ഥ്യവുമായി, ഏറ്റവും വലിയ ശ്രേഷ്ഠതയുമായി, അതായത് പരമാത്മാവുമായി ഒന്നിപ്പിക്കുന്ന പ്രക്രിയയാണ് യോഗം. അപ്പോ വീണ്ടും ഓർക്കുക, ഇത് വെറും ആസനങ്ങളോ ശാരീരിക വ്യായാമമോ അല്ല.
ഇതൊരു മാനസിക പ്രക്രിയയാണ്. ഇതൊരു 4 സ്റ്റെപ്പുകളായിട്ട് പറയാം. ആദ്യം മനനം, അതായത് നല്ല ആശയങ്ങളെപ്പറ്റി ചിന്തിക്കുക. പിന്നെ ചിന്തനം, ആ ആശയങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ധ്യാനം, നമ്മുടെ ബോധത്തെ ആ ആശയങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുക. അവസാനം യോഗം, നമ്മൾ ആ ശ്രേഷ്ഠതയുമായി ഒന്നായിത്തീരുന്നു, നമ്മൾ ആ ഗുണങ്ങളായി മാറുന്നു. ഇനി നമുക്ക് യമുനയിലേക്ക്, അതായത് രണ്ടാമത്തെ നദിയായ തപസ്സിലേക്ക് കടക്കാം. ഇത് നമ്മുടെ ഇച്ഛാശക്തിയുടെയും പ്രവൃത്തിയുടെയും അച്ചടക്കമാണ്. യോഗയുടെ കാര്യത്തിലെന്ന പോലെ തപസ്സിനെക്കുറിച്ചും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. തപസ്സെന്ന് പറഞ്ഞാൽ സ്വയം പീഡിപ്പിക്കലല്ല, ഒറ്റക്കാലിൽ നിൽക്കുകയോ മുള്ളിൽ കിടക്കുകയോ ചെയ്യുന്നതല്ല യഥാർത്ഥ തപസ്. അതിനു പകരം ഉയർന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി ചെറിയ ചെറിയ സുഖങ്ങളും സൗകര്യങ്ങളും നമ്മൾ സ്വയം വേണ്ടെന്ന് വെക്കുന്നതാണ് തപസ്. അച്ചടക്കത്തെയും ചിലപ്പോൾ ചെറിയ കഷ്ടപ്പാടുകളെയും സ്വമേധയാ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇതൊരു ശിക്ഷയല്ല, ഒരു ചോയ്സാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ, അതായത് നമ്മുടെ ദുശ്ശീലങ്ങൾ, ബലഹീനതകളൊക്കെ കത്തിപ്പോകുന്നു, തീ സ്വർണത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ. 2, നമുക്ക് വലിയൊരു ആന്തരിക ശക്തി, ഒരു വിൽ പവർ കിട്ടുന്നു. ഇതിനെയാണ് ആത്മബലം എന്ന് പറയുന്നത്, തകർക്കാനാവാത്തൊരു നിശ്ചയദാർഢ്യം. അപ്പോ ഈ 2 മഹാനദികളും യോഗവും തപസ്സും ഒത്തുചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മുടെ അവസാനത്തെ വിഷയം, സമ്പൂർണമായ ഉയർച്ച. ഈ യാത്രയുടെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം. വളരെ സിമ്പിളായി പറഞ്ഞാൽ ലക്ഷ്യം ഇതാണ്: നമ്മുടെ മനസ്സിനെ ഒരു യോഗിയാക്കുക, ശരീരത്തെ ഒരു തപസ്വിയാക്കുക. അതായത് മനസ്സെപ്പോഴും ഉയർന്ന ചിന്തകളുമായി, ശ്രേഷ്ഠതയുമായി ഒന്നായി നിൽക്കണം. അതേസമയം ശരീരം ആ ചിന്തകളെ പ്രവർത്തിപ്പിക്കാനുള്ള അച്ചടക്കമുള്ള ശക്തമായ ഒരു ഉപകരണമായിരിക്കണം. ചിന്തയും പ്രവൃത്തിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരവസ്ഥ, അതാണ് ലക്ഷ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യാത്ര നമ്മളെ മാത്രം നന്നാക്കാനുള്ള ഒന്നല്ല. ഈ ചാർട്ടിൽ കാണിക്കുന്നത് പോലെ ഒരു വ്യക്തി സ്വയം പരിഷ്കരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം സമൂഹത്തിൽ മൊത്തത്തിൽ കാണാൻ കഴിയും. നല്ല വ്യക്തികൾ ചേരുമ്പോൾ നല്ല കുടുംബമുണ്ടാകുന്നു, നല്ല കുടുംബങ്ങൾ ചേരുമ്പോൾ നല്ല സമൂഹമുണ്ടാകുന്നു. അങ്ങനെ അത് ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരമാവുന്നു. ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഈയൊരു തത്വത്തിലെത്തും. മനസ്സിന്റെ അവസ്ഥ എങ്ങനെയോ സാഹചര്യങ്ങളും അങ്ങനെ തന്നെ. ഇതൊരു വലിയ രഹസ്യമാണ്. നമ്മുടെ ഉള്ളിലെ ലോകം നമ്മൾ മാറ്റിയാൽ നമുക്ക് ചുറ്റുമുള്ള പുറം ലോകവും താനേ മാറും. സാഹചര്യങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിലാണ്. യഥാർത്ഥ വിപ്ലവം അവിടെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലെത്തിക്കുകയാണ്. നമ്മുടെ ലോകത്തിലെ, സമൂഹത്തിലെ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് ശരിക്കും എന്താണൊരു ശാശ്വത പരിഹാരം? ഈ തത്വചിന്ത നൽകുന്ന ഉത്തരം ഇതാണ്: എല്ലാ പരിഹാരങ്ങളുടെയും അടിസ്ഥാനം ഒന്നേയുള്ളൂ, അത് മനുഷ്യന്റെ ബോധത്തെ ഉയർത്തുക എന്നതാണ്. അതും വെറുതെ ഉപദേശിച്ചിട്ടല്ല, ആത്മപരിഷ്കരണത്തിന്റെ ഒരു പ്രായോഗിക ശാസ്ത്രത്തിലൂടെ. പുറമേ നിയമങ്ങളും വ്യവസ്ഥകളും മാറ്റിയതുകൊണ്ടും മാത്രം കാര്യമില്ല. ശാശ്വതമായ മാറ്റം വരണമെങ്കിൽ ഓരോ മനുഷ്യനും ഉള്ളിൽ നിന്നു മാറണം. വ്യക്തികൾ മാറുമ്പോഴേ ലോകം മാറുകയുള്ളൂ. അപ്പോ ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? യഥാർത്ഥ പരിവർത്തനം തുടങ്ങുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ്. യോഗയുടെയും തപസ്സിന്റെയും ഈ പാത നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനുള്ളൊരു വഴി മാത്രമല്ല. ഓർക്കുക, നമ്മൾ സ്വയം നന്നാകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഈ ലോകത്തെ കൂടിയാണ് നന്നാക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഈ ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്. അത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് മാത്രമാണ്.